ഇന്നത്തെ ഫർദർ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇറാനിൽ നിന്നും വെള്ളിയാഴ്ച ഈവനിങ്, അതായത് വെള്ളിയാഴ്ച രാത്രി, ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പ് മാത്രമാണ് ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാൻ്റെ ഡയറക്ഷനിലേക്ക് പറക്കുന്നത്. നാല് ഇറാനിയൻ ഡെലിഗേറ്റ്സ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ പേര് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബാഗേർ ഗാലിബാഫ്, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ, അതുപോലെ അബ്ബാസ് അരക്ചി, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ. ഇറാന്റെ ഉള്ളിൽ തെറിവിളി കേട്ടിട്ടെങ്കിലും പുള്ളിക്കാരൻ വരുന്നുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മജീദ് തഖ്ത് റവാഞ്ചി, ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററാണ്, പുള്ളിക്കാരനും ഒപ്പമുണ്ട്. അതുപോലെ മുഹമ്മദ് ബാഗേരി സോൽഗാദർ, ഈ സോൽഗാദറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ സോൽഗാദറിനെ കുറിച്ചും ഈ ഗാലിബാഫിനെ കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് തന്നെ വാർത്തകളിൽ പലതവണ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടുപേരുമാണ് അവിടെ ഏറ്റവും കൂടുതൽ ലീഡിംഗ് പൊസിഷനിലുള്ള ആൾക്കാർ. വളരെ IRGC ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ രണ്ടുപേരും. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് പുള്ളിയും കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 4 പേരാണ് വരുന്നത്. US സൈഡിൽ നിന്നും JD വാൻസ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ്, സ്പെഷ്യൽ എൻവോയ്, ജറാദ് കുഷ്ണർ, ഫോർമർ പ്രസിഡൻഷ്യൽ അഡ്വൈസർ, സെൻകോം കമാൻഡർ ഭാരത് കൂപ്പർ. ഈ 4 പേരാണ് അമേരിക്കൻ സൈഡിൽ നിന്നും ഡെസ്കിലുള്ളത്. പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ഒരു ടീം പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈഡിൽ നിന്നും പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാന്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് അസീം മുനീർ, പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദർ, അതുപോലെ അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മുഹമ്മദ് അസീം മാലിക്. ഇവർ ഇത്രയും പേരുമാണ് പങ്കെടുക്കുന്നത്. മൊത്തത്തിൽ 12 പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ച നടക്കുന്ന സ്ഥലം എനിവേ ഇപ്പോൾ സാറ്റർഡേ ഇത് നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴും ഇറാന്റെ സൈഡിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എത്തുന്ന സ്ഥിതിക്ക് അവർ നേരിട്ട് ചർച്ച നടത്തും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോഴും ലെബനാന്റെ സൈഡിലുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അത് ഇറാനും അവരുടെ സൈഡിൽ ഭയങ്കരമായിട്ട് ആ വിഷയത്തിൽ നിർബന്ധം പിടിക്കുന്നുണ്ട്. അമേരിക്ക തുടരെ അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഇസ്ലാമാബാദിൽ സ്ഥിതി ചെയ്യുന്ന ജിന്ന കൺവെൻഷൻ സെന്ററിലാണ് ഈ ചർച്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വാർത്ത എടുക്കുമ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റ് അഫ്ഗാനിസ്ഥാൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ റൂട്ടിലൂടെയാണ് ഇറാൻ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. ഇറാന്റെ ഉള്ളിൽ മഷാദ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്നാണ് ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മഷാദ് എന്നുള്ള എയർപോർട്ടിൽ പലതവണ ഇസ്രായേലും അമേരിക്കയും ആക്രമണങ്ങൾ നടത്തിയതുമാണ്. അവിടുത്തെ ട്രാക്കിൽ നിന്നുമാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ടേക്ക് ഓഫിന് മുമ്പ് അബ്ബാസ് അരക്ചി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക ഏറ്റവും കൂടുതൽ എക്കണോമിയുമായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ മാതൃകയിലുള്ള ഒരു സീസ് ഫയർ നെഗോസിയേഷന് തയ്യാറാകുന്ന പശ്ചാത്തലത്തിലുള്ള നെതന്യാഹു ആ ഡിപ്ലോമസിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത്. സോ ശരിക്കും ഈ ഒരു നെഗോസിയേഷൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെതന്യാഹു ലെബനാന്റെ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട് അബ്ബാസ് അരക്ചി. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നെതന്യാഹു ഓൾറെഡി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ലെബനാനുമായിട്ടുള്ള കാര്യം ലെബനാനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി തീരുമാനിക്കാനാണ് നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഹെസ്ബുള്ള എന്താണോ ഇറാന്റെ സ്വഭാവം അതേ മൈൻഡ് സെറ്റോടുകൂടി ലെബനന്റെ ഉള്ളിൽ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ലെബനന്റെ ഉള്ളിൽ ശരിക്കും പ്രൈം മിനിസ്റ്റർക്കെതിരെയും അവിടുത്തെ പ്രസിഡന്റ് ജോസഫ് ആബോനെതിരെയും പ്രതിഷേധങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഹെസ്ബുള്ള ടീമുകൾ. എന്തിനാണ്? അതായത് ഇസ്രായേലുമായിട്ട് നെഗോസിയേഷൻ, അതും നേരിട്ട് നെഗോസിയേഷൻ, അതൊരിക്കലും പാടില്ല എന്നുള്ള രീതിയിൽ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലെബനന്റെ ഉള്ളിൽ. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്? ഹെസ്ബുള്ളയുടെ ആഗ്രഹം എന്താണ്? ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് തന്നെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹെസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ ഇവരുടെയൊക്കെ ആഗ്രഹം അതാണ്. ആ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നടത്തിയെടുക്കാൻ പറ്റുന്നില്ല. അതിനുള്ള വെപ്രാളത്തിലാണ് ഇവരിങ്ങനെ ചുറ്റാകെ പ്രോക്സികളെ വെച്ച് നിരന്തരം ഇസ്രായേലിനെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഇത്തിരി ചെറുതാണെന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ വളരെ വലുതാണ്. അതിന്റെ അനുഭവം ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ ഗവൺമെന്റുകൾക്കെതിരെ, ലെബനന്റെ ഗവൺമെന്റിനെതിരെ ഇപ്പം പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇസ്രായേലുമായിട്ട് ആക്രമണം നടത്തി ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ജിഹാദ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കോളാം, അപ്പോൾ അതിനെങ്കിലും ഞങ്ങളെ അനുവദിക്കണം, നിങ്ങൾ ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കരുത് എന്നാണ് ഇപ്പോൾ ഹെസ്ബുള്ളയുടെ നിലപാട്.
ആ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറാൻ ഇപ്പം അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പം നിലവിലെ സാഹചര്യം. രണ്ടും തമ്മിൽ ഭയങ്കര കോൺട്രാഡിക്ഷൻ ആണ്. അതായത് ഒരു സൈഡിൽ ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ആക്രമണം നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഇറാൻ വാദിക്കുമ്പോൾ, മറ്റൊരു സൈഡിൽ ഹെസ്ബുള്ള ഇസ്രായേലുമായിട്ട് ചർച്ച വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. ഇസ്രായേൽ സൗത്ത് ലബനാൻ ഭാഗത്ത് അൻസാരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്. ഇന്നലെ വൈകുന്നേരം ഇസ്രായേൽ അൻസാരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് സൗത്ത് ലബനാൻ ഭാഗത്ത് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്. ഞാനിവിടെ ഒരു ഫൂട്ടേജ് കാണിക്കുന്നുണ്ട്. ഈ ഫൂട്ടേജ് ശരിക്കും ഇത് ഗാസയല്ല, ഇത് ലെബനാനാണ്. ലെബനാന്റെ ഉള്ളിൽ ഏക്കർ കണക്കിൽ സ്ഥലം, ഏതാണ്ട് 1,24,000 വീടുകൾ ഇസ്രായേൽ ഇതുവരെ ആക്രമണത്തിലൂടെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ വില്ലേജുകൾ മൊത്തം, ഈ ഹെസ്ബുള്ള താമസിച്ചിരുന്ന ഹെസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയകൾ മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്ത് കളയുകയാണ്. അതായത് ആ വീടുകൾ മൊത്തത്തിൽ തകർക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഹെസ്ബുള്ള അവിടെ വന്ന് താമസിച്ച് ഒളിത്താവളങ്ങളായിട്ട് ആ വീടുകളെ മറയാക്കിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുന്ന ഇസ്രായേൽ IDF ഫോഴ്സിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു, ഒളിപ്പോരുകൾ നടത്തുന്നു. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ കയറി പിടിക്കുന്ന സ്ഥലങ്ങളിലുള്ള വില്ലേജുകളിലുള്ള വീടുകളെല്ലാം തന്നെ ഇവർ നശിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹെസ്ബുള്ളയ്ക്ക്, അതായത് ലെബനന്റെ ഉള്ളിൽ ഹെസ്ബുള്ളയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല, ശരിക്കും വമ്പൻ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു സ്പെയിനിന് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. സ്പെയിനിന്റെ പെട്രോ സാൻഡ്രസ് പുള്ളിക്കാരനാണെങ്കിൽ പലതരത്തിൽ ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പെയിനിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതും UK ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലർക്കും ഇപ്പം ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫ്യൂജികളുടെ ആ ഒരു കടന്നുകയറ്റം കൊണ്ടാണ്. കാരണം അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഇപ്പം മാറി നിൽക്കുന്നത്. പണ്ട് അമേരിക്കയും ഇസ്രായേലിനെയും കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന് കാരണം അവർ തന്നെയാണ്. അവരെ അറബ് വസന്തം ഉണ്ടായപ്പോഴത്തേക്കും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള റെഫ്യൂജികൾ എന്നുള്ള പേരിൽ അങ്ങോട്ട് കടന്നു കയറിയ ഫുൾ തീവ്രവാദികൾക്കും വളരെ ഓപ്പൺ മൈൻഡോടുകൂടി വാതിൽ തുറന്നും കൊടുത്തു. അപ്പൊ അതിലേക്ക് കയറിപ്പോയതിൽ നല്ല ആൾക്കാരുമുണ്ട്, പക്ഷേ മെജോറിറ്റി ഈ തീവ്രവാദികളും അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരുന്ന് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവരെ വ്യാപിപ്പിക്കുകയാണ്. അവരൊരു തരത്തില് ജിഹാദ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളുടെ ഫ്രീ സ്പീച്ചും ആ രാജ്യങ്ങളുടെ നിലപാടും ആ രാജ്യങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടും അവരുടെ സോവറനിറ്റി വരെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. പാകിസ്ഥാനിൽ അമേരിക്കയുടെ നെഗോസിയേഷൻ ടീമിനെ കൊണ്ട് ഇരുത്തിയിട്ട് ശനിയാഴ്ചത്തെ ചർച്ചയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശനിയാഴ്ചയാണ് ചർച്ചയെങ്കിൽ പിന്നെ ശനിയാഴ്ച പോയാൽ പോരായിരുന്നോ? വെള്ളിയാഴ്ച തന്നെ ടീമിനെ അയച്ചു വെച്ചിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് മടുത്തിട്ട് അവസാനം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്താണ് പ്രഖ്യാപനം? അതായത് 24 മണിക്കൂറാണ് ഇറാന് ടൈം, ഇനി അടുത്ത ടൈം ലൈൻ. ഇയാളുടെ ഇത്തരത്തിലുള്ള ഓരോ ടൈം ലൈൻ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങൾ കേട്ട് ലോകം തന്നെ മടുത്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത 24 മണിക്കൂർ ടൈം ലൈൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനകത്ത് ഇറാൻ പാകിസ്ഥാനിലെത്തി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കോണം. ഞാൻ പറഞ്ഞല്ലോ, ഇറാന്റെ ഡെലിഗേറ്റ്സ് ഓൾറെഡി തന്നെ വേ ടു പാകിസ്ഥാൻ. അപ്പൊ ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇയാൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ആ മെസ്സേജ് കിട്ടിയ പാടാണ് ഇപ്പൊ ഇങ്ങനെ 24 മണിക്കൂർ ടൈം കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു ഗെയിം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് അവർ പോകുന്നു നെഗോസിയേഷൻ അറിഞ്ഞുകൊണ്ട് 24 മണിക്കൂർ ടൈം. തീർച്ചയായിട്ടും നാളെ ചർച്ച നടക്കുമെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഈ ബെഡായി അടിച്ചിരിക്കുന്നത്. ഇതാണ് ട്രംപിന്റെ ഒരു ശൈലി. ആ ശൈലി നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ പാകിസ്ഥാന്റെ നെഗോസിയേഷനിലേക്ക് ഈ പാകിസ്ഥാന്റെ ഈ മീഡിയേഷനിലേക്ക് പുറത്തേക്ക് അറിയപ്പെടാത്ത ഈ പാകിസ്ഥാന്റെ മീഡിയേഷനിലേക്ക് മറ്റു 2 തൽപര കക്ഷികൾ കൂടി ഉണ്ട്. ഒന്ന് ഈജിപ്റ്റ്, മറ്റൊന്ന് തുർക്കി. അപ്പൊ ഇതിനകത്ത് തുർക്കിയുടെ പൊതുജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ തുർക്കിയിൽ തന്നെ ഇസ്രായേലിനെതിരെയും അതേപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെയൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ കൗൺസിലേറ്റിനെതിരെ വെടിവെപ്പും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരെ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് തുർക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ വൈകുന്നേരം തന്നെ ബെയിലിൽ വിട്ടയച്ചിട്ടുണ്ടാവും. അത് വേറെ കാര്യം, അതിരിക്കട്ടെ. ആരും അതൊന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇതാ നിങ്ങൾ നോക്കും, ഇത് തുർക്കിയിലുള്ള ഒരു വാഹനമാണ്. അപ്പൊ ഇവര് വാഹനത്തിന്റെ പുറകിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു വിഷയം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ആയത്തുൽ അലി ഖമേനിയുടെ ഇമേജ്, അതിന്റെ പുറകിൽ മിസൈൽ വന്ന് അതിന്റെ പുറകിൽ മിസൈലിന്റെ കൃത്യമായിട്ടുള്ള സിമ്പൽ പതിപ്പിച്ചുകൊണ്ട് ഈ മിസൈൽ വന്ന് പതിക്കുന്നതിന്റെ താഴെ 2 പേരുടെ പടം ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റൊന്ന്
ഡൊണാൾഡ് ട്രംപുമാണ്. അപ്പോൾ ഇതാണ് മാനസികാവസ്ഥ. തുർക്കി എത്ര തന്നെ ഞങ്ങൾ മീഡിയേറ്റേഴ്സാണ്, ഞങ്ങൾ യുറേഷ്യനിലാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം വേണം, ഞങ്ങൾ നാറ്റോ മെമ്പറാണ്, ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഭയങ്കര അലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാലും തുർക്കിയുടെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞത് ഇതാണ്. ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു സമൂഹം, ഒരു സൊസൈറ്റി, മൊത്തത്തിൽ വലിയൊരു കമ്മ്യൂണിറ്റി, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇതേപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു സൊസൈറ്റി ഉണ്ട്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ചർച്ച നടക്കാനിരിക്കുന്ന പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് വരെ ഇപ്പൊ ചർച്ച നടക്കാനിരിക്കുന്ന പാകിസ്ഥാൻ, ശനിയാഴ്ച ഇന്ന് ചർച്ച നടക്കാനിരിക്കുന്ന പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രതിഷേധം നിങ്ങൾ നോക്കൂ. ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കക്കെതിരെയും അവിടെ പ്രതിഷേധം. പ്രത്യേകിച്ച് ലഷ്കർ ഇ തൈബ എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന വളരെ ഓപ്പൺ ആയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രതിഷേധം നടത്തുകയാണ്. അമേരിക്ക ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെത്ത് ടു അമേരിക്ക അവരും പറയുന്നുണ്ട്. എന്നിട്ടും അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നില്ല പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള രാജ്യമാണെന്നുള്ളത്. എന്നിട്ട് പാകിസ്ഥാനെ ഗ്ലോബൽ പീസ് മേക്കറായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് ട്രംപിന്റെ ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റും കൂടി എഴുതിയിട്ടുണ്ട്. കാരണം ട്രൂത്തിലാണല്ലോ ട്രംപ് ജീവിക്കുന്നത്, ട്രംപിന്റെ ജീവിതം മൊത്തത്തിൽ ട്രൂത്താണ്. അപ്പോൾ ആ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഇറാൻ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൂടി ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തേനെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് അമേരിക്ക ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇസ്രായേൽ ഈ ഒരു വിഷയം പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാമായിരുന്നു. ഇസ്രായേൽ ഈ ഒരു വിഷയം പറയുന്നെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. പക്ഷെ അമേരിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരെ തെരഞ്ഞു പിടിച്ച് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്തത് മൊസാദും ഇസ്രായേലുമാണ്, അല്ലാതെ അമേരിക്കയല്ല. അമേരിക്കയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാം, അത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ട്രംപ് എപ്പോഴും പറയുന്നത് പീസ് ത്രൂ സ്ട്രെങ്ത് എന്നാണ്. ഈ സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു വാക്യമുണ്ടല്ലോ, അതിന് വളരെ വളരെ പ്രസക്തിയുണ്ട്. ഈ പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. പ്രത്യേകിച്ച് നെതന്യാഹുവാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ആ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ ആരാണോ എതിരാളി, ആ എതിരാളിക്ക് മേളിൽ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തി അവനെ എണ്ണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ട് അവനെ കൊണ്ട് മേശയിലിരുത്തി നെഗോഷിയേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പേരാണ് ഈ പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ട്രംപ് അതിനെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ അതിനോട് നീതി പുലർത്തിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവസാനം പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അവസാനം പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇറാന് മേളിൽ വെച്ചിരുന്ന ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. ആ ഓപ്ഷനിൽ നിന്നാണ് സ്കിപ്പ് അടിച്ച് ഇപ്പം ട്രംപ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇതിപ്പോൾ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അവർ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. എനിവേ ഇതിപ്പോൾ എങ്ങനെ മാറി തിരിഞ്ഞു വരുന്നുള്ളത് നമുക്കറിയില്ല. നെഗോസിയേഷൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒന്നും തന്നെ പറയാനില്ല. കാരണം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ റിയലി ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പം ഇറാന് ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഇപ്പം ഇറാൻ ആ രീതിയിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ വരിഞ്ഞു മുറുക്കി അവരുടെ പരിധിക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് മറ്റു പല സ്ട്രേറ്റുകളും ഇതേപോലെ ഉണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം മറ്റുള്ള ഇതേപോലത്തെ കടലിടുക്കുകളെല്ലാം തന്നെ അതാത് രാജ്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കും. അവിടെയൊക്കെ ടോൾ പിരിവുകൾ നടത്തും. ഇത് വലിയൊരു ഗ്ലോബൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ളൊരു തുടക്കം കൂടി ആയിത്തീരും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം. അപ്പോൾ അതിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടതുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് UN ത്രൂ ഒരു പ്രഷർ ഇട്ട് ഇറാനെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഒരു ഫ്രീ പാസ് ആയിട്ട് എല്ലാ കാലത്തേക്കും ഒരു സൂപ്പർ പവറിന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നില്ല. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ഒക്കേഷണലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒക്കേഷണലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ അത്രത്തോളം അതിനെ ആ രീതിക്ക് കണ്ടാൽ മതി. ഫർദർ ഡെവലപ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഫുട്ടേജ് ലീക്ക് ആയതിൻ്റെ പേരിൽ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ തായ്വാന്റെ വിഷയം അങ്ങനെയല്ല. തായ്വാന്റെ വിഷയം പർപ്പസ്ഫുള്ളി ഇന്റൻഷനലി തായ്വാന്റെ ഓപ്പോസിറ്റ് ലീഡർ തായ്വാന്റെ ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ ചൈന സന്ദർശിച്ചതാണ് ഇന്റൻഷനലി. അതാണ് നമ്മൾ ഹെസ്ബുള്ളയും നിരവധി തവണ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്നുണ്ട്. നിരവധി ഏരിയകളിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ റോക്കറ്റുകൾ പതിക്കുന്നുണ്ട്. ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ പരമാവധി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പരമാവധി റോക്കറ്റുകളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അതും ഒരു സൈഡിൽ നടക്കുകയാണ്.
അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.